അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ എൻ്റെ വീഡിയോ ആയിട്ട് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ബ്ലോക്ക് ഫ്രൂട്ട്സ് നമ്മുടെ റോബ്ലോക്സിലെ ബ്ലോക്ക് ഫ്രൂട്ട്സ് എങ്ങനെ കളിക്കാമെന്നാണ്. അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് ഗൈസ് ഇത് ജസ്റ്റ് പാർട്ട് 1 മാത്രമാണ്. ബാക്കി അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ ബ്ലോക്ക് ഫ്രൂട്ട്സിൽ ജോയിൻ ആകുമ്പം ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത് ഗൈസ്. അപ്പം എനിക്ക് പൈററ്റ്സ് ഇഷ്ടം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. അപ്പം ഈ ബ്ലോക്ക് ഫ്രൂ 1 പീസ് ആൻഡ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ പൈററ്റ്സിലോട്ടാണ് ജോയിൻ ആകുന്നത്. അപ്പോൾ നിങ്ങൾ മറൈൻ ഞെക്കിയാൽ മറൈൻ സ്റ്റാർ പോവും. അത് ഈ സ്ഥലമല്ല, അത് വേറെ സ്ഥലമാണ് കേസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പും കാര്യങ്ങളും, കിഡില്ലാം സംഭവങ്ങളാണ് കേസ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഗെയിം ട്രൈ ചെയ്ത് നോക്കുക. കിഡില്ലാം ഗെയിമാണ് കേസ്. അപ്പം ഈ ലവടൊക്കെ എന്തോ ഇവൻ്റ് നടക്കുന്നുണ്ട്. അത് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഹാലോവിൻ വന്നില്ലേ, അപ്പം ഹാലോവിൻ്റെ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നുമില്ല. അപ്പം അതെന്ന് എനിക്ക് ഇച്ചിരി വോയിസിൻ്റെ പ്രശ്നമൊക്കെ വന്ന് ആ വീഡിയോയിൽ അത് ഈ ഗെയിമിൻ്റെ സൗണ്ട്, വീഡിയോയുടെ സൗണ്ട്, എൻ്റെ സൗണ്ട് എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര പ്രശ്നമായിപ്പോയി. അപ്പം ഞാൻ ഇപ്പോൾ ഒന്നും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച വീഡിയോ. അപ്പം ഞാൻ ഓൾറെഡി കുറേ പോയി. അപ്പം ഞാൻ നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗെയിം തന്നെ ബേസ് ആയിട്ടുള്ള ലെവലിലാണ്. ഇപ്പം ഞാൻ 24 ലെവൽ വരെ പോയി. അതെല്ലാം വീഡിയോയ്ക്ക് അത് പോയി, സോറി. അപ്പം ഞാൻ ഒന്നും കൂടെ നല്ലപോലെ പറഞ്ഞുതരാം. അപ്പം ഇതാണ് നമ്മുടെ മാപ്പും കാര്യങ്ങളും. നേരിട്ട് നമ്മൾ ബ്ലോക്ക് ഫ്രൂട്ട്സ്, ഇതിനകത്ത് മെയിൻ സാധനമാണ് നമ്മുടെ ബ്ലോക്ക് ഫ്രൂട്ട്സ്. ആ ബ്ലോക്ക് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്ന വിധം ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് ഫ്രൂട്ട്സ് ഡീലറുണ്ട്. ഈ ഡീലർ നമ്മൾ ഗെയിമിൽ നമുക്ക് ഇവിടുന്ന് ആൾക്കാരെ കൊല്ലുമ്പോൾ പൈസ കിട്ടും. ആ പൈസ വെച്ച് നമുക്ക് ബ്ലോക്ക് ഫ്രൂട്ട്സ് മേടിക്കാൻ പറ്റും. ഇതിനകത്ത് കുറേ ടൈപ്പ് റേറിറ്റി ഉണ്ട്. അൺകോമൺ, കോമൺ. കോമൺ ഫസ്റ്റ് കോമൺ ആണ് വരുന്നത്. കോമൺ, അൺകോമൺ, റേറ്, ലെജൻഡറി, മിത്തിക്കൽ. അപ്പം ഈ 5 റേറിറ്റിയാണ് ഈ ഗെയിമിൽ നിലവിലിപ്പം ഫ്രൂട്ട്സ് ഉള്ളത്. ഈ 5 റേറിറ്റിയിലാണ് ഫ്രൂട്ട്സ് തരം തിരിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഫ്രൂട്ട്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ക്വസ്റ്റ് സെലക്ട് ചെയ്യണം. ക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ടാസ്ക് ആണ് കേസ്. നമുക്ക് നിങ്ങളുടെ ലെവൽ കൂട്ടാൻ സഹായിക്കുന്ന ടാസ്ക്കാണ്. അപ്പം നമ്മൾ ഇവിടെ ബാൻഡിറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലോട്ട് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡിഫീറ്റ് 5 ബാൻഡിറ്റ്സ്, റിവാർഡ് $350 എന്നൊക്കെ പറഞ്ഞ്. അപ്പം നമുക്ക് ഇവന്മാരെ ഇങ്ങനെ ഇടിച്ച് കോമ്പാക്റ്റ് ഉണ്ടോ താഴെ നമുക്ക് നോക്കി കോമ്പാക്റ്റ് കാണും. അപ്പം നമുക്ക് ആ കോമ്പാക്റ്റ് ഞെക്കിയിട്ട് ഇവന്മാരെ ഇടിച്ച് കൊല്ലാം. എന്നിട്ട് ഇതിനൊക്കെ ഓരോ മൂവ്സ് ഉണ്ട് കേസ്. ഈ കോമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ ഗെയിമിലെ ബേസിക് ആയിട്ടുള്ള ഒരു ഫൈറ്റിംഗ് സ്റ്റൈല് മാത്രമാണ് കേസ്. ഈ ഗെയിമിൽ ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ കേസ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം മതി കേസ്. ഓക്കെ, നിങ്ങൾ ചങ്കാണ്, നിങ്ങൾ മുത്താണ്, നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. പിന്നെ ലൈക്ക് ബട്ടൺ, ഒരു കമൻറ്റ് കൂടി ഇട്ടാൽ മാത്രം മതി കേസ്. എനിക്ക് നല്ല മോട്ടിവേഷനാകും. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇനി ഇടുന്നുണ്ട് കേസ്. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ 5 പേരെ കൊന്നപ്പോൾ തന്നെ നമ്മുടെ ക്വസ്റ്റ് കംപ്ലീറ്റഡ് ആയി. അപ്പം ഇവിടെ ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത് 10 ലെവൽ വരെ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പം നിങ്ങൾ ജോയിൻ ആകുമ്പോൾ 1 ലെവലായിരിക്കും. ഈ ഐലൻഡ് 10 ലെവലുള്ളവർക്കാണ്. 10 വരെ ലെവൽ നിങ്ങളിങ്ങനെ ഇടിച്ച് കൊന്ന് ഇത് ക്വസ്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ അടുത്ത ക്വസ്റ്റ് വന്നെടുക്കുക, പിന്നെ കൊല്ലുക. അങ്ങനെ ഒരു മിനിമം 4 ക്വസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടുത്ത ഐലൻഡിലുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂ ക്വസ്റ്റ് അവൈലബിൾ എന്നും പറഞ്ഞൊരു വയലറ്റ് കളറിൽ മെസ്സേജ് വരും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇനി ഇവിടെ സ്റ്റാറ്റ്സ് ഉണ്ട്. ഇവിടെ കണ്ടോ, ഈ ലെഫ്റ്റ് സൈഡ് നോക്കി മെനുവിൽ ഞെക്കി സ്റ്റാറ്റ്സിൽ ഞെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാറ്റ്. നമ്മൾ ഓരോ ലെവലിലും 3 സ്റ്റാറ്റ് വീതം നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മിലിലി, ഡിഫെൻസ്, പിന്നെ നമ്മുടെ സോഡ്. മിലിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നീല കളർ ബാറാണ്. നമ്മൾ ഓടുമ്പോഴും ചാടുമ്പോഴൊക്കെ കുറയും. അത് ഇതിനുള്ള ഓടാനും ചാടാനുള്ള സ്റ്റാമിന കൊടുക്കുന്നതും, പിന്നെ നമ്മുടെ കോമ്പാക്റ്റ് ഇല്ലേ, ഈ കോമ്പാക്റ്റിൻ്റെ ഇടിക്കുന്നതിൻ്റെ ആ പവർ കൂട്ടുന്നതും ഈ ഒരു സാധനമാണ്. പിന്നെ ഡിഫെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്താണ് മെയിൻ. ഹെൽത്ത് മാത്രമേ ഉള്ളൂ. അപ്പം
ഇവിടെ ആ നീല മെസ്സേജ് വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ന്യൂ ക്വസ്റ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് വരും. അപ്പോൾ നിങ്ങൾ ഈ കോമ്പസ് എടുക്കും. സൈഡിൽ ഒരു കോമ്പസിൻ്റെ ഓപ്ഷൻ കണ്ടില്ല, ആ കോമ്പസ് ഞെക്കിയിട്ട് ട്രാക്ക് കൊടുക്കുക. അപ്പം അടുത്ത ഐലൻഡ്, ഇവിടെ കുറേ ഐലൻഡ് ഉണ്ട്. ഓരോ ഐലൻഡിനും ഓരോ മാക്സ് ലെവലുണ്ട്. ആ ലെവൽ കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ഐലൻഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഈ ബ്ലോക്സ് റൂട്ട്സ് തന്നെ 3 സി ഉണ്ട് കേസ്. ഇത് വെറും ഫസ്റ്റ് സി ആണ് കേസ്. ഓക്കെ, ഇനി സെക്കൻഡ് സി ഉണ്ട്. സെക്കൻഡ് സി വരുമ്പോഴത്തേക്കും നമുക്ക് ട്രേഡിങ് വരും. നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ബ്ലോക്ക് ഫ്രൂട്ട്സ് ഒക്കെ ട്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേസ്. അതപ്പം വരുന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് മേടിച്ചിട്ട് മുമ്പോട്ട് നീങ്ങാം. നമുക്ക് ഇപ്പോൾ ഫ്രീ ബോട്ട് തന്നെ മേടിക്കാം കേസ്. ഓക്കെ, അതായത് ബോട്ട് സ്പോൺ ആയിട്ടുണ്ട്. ബോട്ടിനകത്ത് കയറി നമുക്ക് വിടാം കേസ്. ഓക്കെ, നമുക്കിതുകൊണ്ട് ഇല്ല പോയിന്റ് ലക്ഷ്യമാക്കിയാണ് കേസ് വിടേണ്ടത്. അങ്ങനെ നമ്മൾ ജംഗിളിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അപ്പോൾ കേസ് ഇത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹാലോവീൻ അപ്ഡേറ്റ് ആയുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ്. അതിപ്പോൾ എനിക്ക് ഈ അക്കൗണ്ടിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേസ്, കാരണം ഈ അക്കൗണ്ടിലൊന്നുമില്ല. എൻ്റെ മെയിൻ അക്കൗണ്ടിലാണെങ്കിൽ എനിക്ക് വല്ലതൊക്കെ ചെയ്യാം കേസ്. ഓക്കെ, അപ്പോൾ എൻ്റെ മെയിൻ അക്കൗണ്ട് കാണണമെന്നുള്ളവർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേസ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ട് കാണിക്കാം. എനിക്കിവിടെ കാണാൻ പറ്റും ഇൻട്രാക്റ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ക്വസ്റ്റ് ക്യൂർ ഉണ്ട്. എല്ലാ ഐലൻഡിലും ക്വസ്റ്റ് ക്യൂർ കാണും കേസ്. ഓക്കെ, ഇപ്പം നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾ 10 ലെവലായിരിക്കും. 10 ലെവൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റേ വർക്ക് ആവത്തില്ല, വേറെ ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം എൻ്റെ ലെവൽ കാണാൻ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും 24 ലെവലായി. അപ്പോൾ എനിക്ക് ഗൊറില്ല കിങ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഗൊറില്ല കിങ് എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ ജംഗിളിലോട്ട് പോകാം. ഇവിടെ ഈ ഒരു സെക്ഷനിൽ മങ്കി മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ മേലിലൊരു സംഭവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് കിട്ടില്ല. അതാണ് ഈ ഗെയിമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്, ഈ മേളിലത്തെ. ഞാൻ കാണിച്ചു തരാം ഗേസ്. നമുക്ക് മേപ്പോട്ട് പോവാം. അപ്പോൾ ഗേസ്, ഇതാണ് ബ്ലോക്സ് ഫ്രൂട്ട്സ് ഗാച്ച. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ആ ഷോപ്പില്ലേ, ആ ഷോപ്പിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ ഈ ഷോപ്പിൽ നമുക്ക് ഒറിജിനൽ പൈസ കൊടുത്തും, പിന്നെ നമ്മൾ ആ കണ്ട നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, അവിടുത്തെ ഒരു ഷോപ്പിൽ നമുക്ക് ഈ ഗെയിമിലെ കറൻസി കൊടുത്തും മേടിക്കാൻ പറ്റും. ബ്ലോക്ക് ഫ്രൂട്ട് ഷോപ്പ് ഇവിടെ ആണെങ്കിൽ നിങ്ങൾ 50 ലെവൽ എത്തത്തില്ലേ, 50ാമത്തെ ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്പിന്ന് ചെയ്യാൻ പറ്റും ഫ്രൂട്ട്സ്. എല്ലാ ഫ്രൂട്ട്സും ഇത് കാണും, പക്ഷേ എല്ലാ ഫ്രൂട്ട്സിനും ഗെറ്റിങ് ചാൻസ് ഉണ്ട് നമ്മൾ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മിക്കപ്പോഴും ഇത് ഫസ്റ്റ് സി അല്ലേ, ഈ ഫസ്റ്റ് സിയിലേക്ക് ആച്ചാൽ പന്ന ഫ്രൂട്ട് എന്ന് വെച്ചാൽ അങ്ങേറ്റം പന്ന ഫ്രൂട്ട് തരത്തുള്ളൂ കേസ്. ഇനി സെക്കൻഡ് സി ഉണ്ട്, തേർഡ് സി ഉണ്ട്. അപ്പം ഈ ലക്ക്, നല്ല ഫ്രൂട്ട്സ് കിട്ടാനുള്ള ലക്ക് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് സെക്കൻഡ് സിയിലോട്ട് പോകണമെങ്കിൽ 750 ലെവലാവണം കേസ്. അപ്പം 750 ലെവലായി കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലിയൊരു പസിലുണ്ട്. ആ പസിൽ സോൾവ് ചെയ്യണം. അത് ഈസി പസിലാണ് കേസ്, ഞാൻ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞുതരാം. അപ്പം ഇവിടെ 50 ലെവലായി കഴിഞ്ഞിട്ട് ഇവിടെ വരുമോ, ഈ ജംഗിളിൽ വരുക, ഇയാളുടെ അടുത്ത് വന്ന് റാൻഡം ഫ്രൂട്ട് ചോദിക്കുക. അതിൽ നമ്മൾ സ്പൈസ് ചോദിച്ചാൽ അവർ റാൻഡം ഫ്രൂട്ട് തരും. അപ്പം നമ്മുടെ ഫ്രൂട്ട് കിട്ടും. ആ ഫ്രൂട്ട് സ്റ്റോർ ചെയ്ത് നോക്കി തിന്നുക, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനൊക്കെ അതിനുള്ള പ്രത്യേകിച്ച് ഗൈഡ് തരാം. ഏത് ഫ്രൂട്ടാണ് തിന്നണ്ടേ, ഏത് ഫ്രൂട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളത് ഗൈഡ് തരാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇപ്പം ഞാൻ പോയ മങ്കി ഇങ്ങനെ കൊല്ലട്ട്. അപ്പം നമ്മൾ അവിടെ നിന്നല്ലേ ക്വസ്റ്റ് എടുത്തത്, നമ്മൾ ഇങ്ങോട്ട് പോകണം. അവിടെ ഒരു ഐലൻഡ് കാണുന്നുണ്ടോ? ഈ ഫോറസ്റ്റ് രണ്ടായിട്ട് തന്നെ തരംതിരിച്ചേക്കുക. ഇവിടെ മങ്കിയും ക്വസ്റ്റ് ഗീവറും പിന്നെ ഗാച്ചയും ഉണ്ട്, ബ്ലോക്ക് ഫ്രൂട്ട്സ് ഗാച്ച. ഇവിടെ ഗൊറില്ലാസും ഗൊറില്ല കിങ്ങും ഉണ്ട്. അപ്പം നമുക്ക് ഗൊറില്ല കിങ്ങിനെ നൈസായിട്ട് കൊല്ലാം. ഇവൻ ഭയങ്കര ശക്തിശാലിയാണ് ഗേസ്. ഓക്കെ, ഈ ഗെയിമിൽ തന്നെ നിങ്ങൾ ആദ്യം കൊല്ലാൻ പോകുന്ന ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് മെയിൽ വരുന്നത്, അത് നമ്മുടെ ഈ അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് പിച്ചും പെയ്യും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അപ്ഡേറ്റ് ഒന്ന് ഒരു അരമണിക്കൂറായി കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കേസ്. ഓക്കെ, അതുകൊണ്ട് ഞാനൊന്നും വലുതായിട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ ഒരു സെക്കൻഡ് അക്കൗണ്ട് മാത്രമാണ്. എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഇനിയും വേറെ ഉണ്ട്. പിന്നെ ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ വലിയ ഒരു കടൽ പോലാണ് കേസ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഇവിടെ തോന്നിയെന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടാൻ ഇനിയുണ്ട് കേസ്. ഓക്കെ, നിങ്ങൾക്ക് ഇനി ഒന്നും കിട്ടിയിട്ടില്ല, ഇഷ്ടംപോലെ സാധനങ്ങൾ കിട്ടാറുണ്ട് കേസ്. അപ്പം അതിനൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതാണ്. അപ്പം ഞാൻ കാണിച്ച പോലെ ബ്ലോക്ക് ഫ്രൂട്ട്സ് ഡീലറിൻ്റെ സൈഡിൽ തന്നെ സോഡ് ഡീലർ, അവിടെ നിങ്ങൾക്ക് ആദ്യത്തെ ഈ ഗെയിമിലെ ഏറ്റവും ആദ്യത്തെ സോഡ് നിങ്ങൾക്ക് കിട്ടാൻ പറ്റും. അവിടെ 2 ടൈപ്പ് ഓഫ് സോഡിന് നിനക്ക് ഏത് ഇഷ്ടപ്പെടുന്നോ അത് എടുക്കാൻ പറ്റും കേസ്. ഓക്കെ, പൈസ കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും ഈ ഗെയിമിലെ പൈസ. ഒറിജിനൽ അല്ല, ഗെയിമിലെ പൈസ.
അപ്പം ഇവിടെ ഈ മെനുവിൽ പോയിട്ടുള്ള ഷോപ്പും മറ്റേ ബ്ലോക്ക് ഷൂട്ട്സ് ഡീലറുമായിട്ടുള്ള ഷോപ്പിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഇവിടുത്തെ മെനുവിലുള്ള ഷോപ്പിൽ പോയി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒറിജിനൽ പൈസ വെച്ച് ഈ ഫ്രീ ഫയറും ഡയമണ്ട് ടോപ്പപ്പ് ചെയ്യുന്ന പോലെ ഇത് റോബ്ലോക്സിനകത്ത് റോബക്സ് ടോപ്പപ്പ് ചെയ്യാൻ പറ്റും. ഈ റോബ്ലോക്സ് തന്നെ കുറേ എണ്ണാൻ പറ്റാത്തതിലധികം 10 ലക്ഷത്തിലധികം ഗെയിംസ് ഉണ്ട് ഈ റോബ്ലോക്സിൽ തന്നെ. അതിനകത്ത് ഈ റോബ്ലോക്സിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗെയിമാണ് ബ്ലോക്ക് ഫ്രൂട്ട്സ്. അതാണ് ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ഗെയിമിലും അതിൻ്റേതായ ഗെയിം പാസസും എന്ന് പറഞ്ഞാൽ അതിൻ്റേതായ സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ഈ റോബക്സ് കൊണ്ട് നമുക്കതെല്ലാം മേടിക്കാൻ പറ്റും. ഇവിടുത്തെ ഷോപ്പിലാണെങ്കിൽ നമുക്ക് റോബക്സ് കൊണ്ട് മേടിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര മുടിഞ്ഞ വിലയാണ് ഗെയ്സ്. 50 റോബക്സ് 40 റോബക്സ് വേണമെങ്കിൽ നിങ്ങൾ 50 രൂപ കൊടുക്കണം. ഇതിനകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഫ്രൂട്ട്, ഇതിനകത്ത് ഈ ഗെയിമിൽ തന്നെ ഏറ്റവും ട്രാഷ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ വില എന്ന് പറഞ്ഞാൽ 50 റോബക്സ് ആണ് ഗീസ്. ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ ഇതൊക്കെ പെർമനൻറ്റ് ഫ്രൂട്ട് എന്നാണ് നമ്മൾക്ക് ഈ മെനുവിൻ്റെ പോയിട്ടുള്ള ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാം, അൺഎക്വിപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എക്വിപ്പും ചെയ്യാം. അങ്ങനെ എക്വിപ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പെർമനൻറ്റ് ഫ്രൂട്ട്. പിന്നെ നമുക്ക് ആ ഗാച്ചയുടെ ഇവിടെ ഫിസിക്കൽ ഗാച്ചയില്ലേ, ഈ ഗാച്ചയുടെ കിട്ടുന്ന ഫ്രൂട്ടാണ് ഫിസിക്കൽ ഫ്രൂട്ട്. അത് നിങ്ങൾക്ക് കയ്യിലായിരിക്കും കിട്ടുന്നത്. അത് വെച്ച് ചത്താൽ പിന്നെ പോയതായി ആ ഫ്രൂട്ട്. നിങ്ങൾക്ക് കുറേ ഓപ്ഷൻ വരും. ഈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും, സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാൻ നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോർ ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പോൾ തിന്നേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് തിന്നേണ്ട ഫ്രൂട്ടും അതിനുള്ള പ്രോപ്പറായിട്ടൊരു ഗൈഡ് തരുന്നതായിരിക്കും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഒന്നുകൊണ്ട്. നമുക്ക് ഈ ഗൊറില്ല കിങ്ങിനെ പെട്ടെന്ന് തീർക്കാം. അയ്യോ ഗൊറില്ല കിങ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ് കംപ്ലീറ്റ് ആകുന്ന മെസ്സേജും വന്നു ഗീസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗീസ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ ഇതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഗെയിമിൽ ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾ നല്ല ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പം ഗെയിം ട്രൈ ചെയ്തിട്ട് ഇനിയും കമൻറ്റ് സെക്ഷനിൽ പറയുക. എന്തായാലും എൻ്റെ വോയിസ് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുകയുണ്ടെങ്കിൽ, വീഡിയോക്കകത്ത് ഇമ്പ്രൂവ് ചെയ്യുകയുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അത് ഞാൻ എല്ലാം സെറ്റാക്കി ചെയ്യുന്നതായിരിക്കും ഗീസ്. അപ്പം ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള അടുത്ത വീഡിയോയിലേക്ക് നാളെയോ മറ്റന്നാളോ നിങ്ങൾ സപ്പോർട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് മാത്രം മതി ഗീസ് എനിക്ക്. അപ്പം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരണമെങ്കിലോ അതോ എന്തെങ്കിലും ഡെഡിക്കേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യണമെങ്കിലോ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഗീസ്. ഓക്കെ, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക ഗീസ്. ഓക്കെ, സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്, അതിൻ്റെ ആവശ്യമില്ല ഗീസ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗീസ്. അപ്പം എല്ലാവർക്കും ബൈ.